പോലീസിന് തലവേദനയായി സുകുമാരക്കുറുപ്പ് കേസിൽ വീണ്ടും ഇതാ ട്വിസ്റ്റ്. സുകുമാരക്കുറുപ്പിന്റേത് എന്ന പേരിൽ പുറത്തുവന്ന പാസ്പോർട്ടിന്റെ ഉടമ തൃശൂർ സ്വദേശി ദാമോദര മേനോൻ എന്ന ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 40 വർഷമായി ദാമോദര മേനോൻ മലേഷ്യയിലാണ് എന്നും നിലവിൽ താമസം ബ്രൂണയിലാണെന്നും ബന്ധുക്കൾ പ്രതികരിച്ചു. അങ്ങൊരു ടെലക്കോലായിരുന്നു. ടെലക്കോയിൽ ജെ പ്രമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടെ നിന്ന് എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു. ടെലക്കോൽ ഞാൻ അവിടെ ഇറങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് ഇവിടെ ഞാൻ 6 മാസം ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോട്ട് ഇവിടെ ജയിക്കാൻ നിശ്ചയിച്ചു. ആര് കമ്പനി. അതായത് ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാമോദര മേനോൻ. ദാമോദര മേനോൻ. ഈ ചിത്രം ചേട്ടൻ എത്ര ആൾ മുമ്പ് കണ്ടിരിക്കുന്നത്? പറഞ്ഞ 1 മാസം മുമ്പ്. എന്താണ്, എങ്ങനെയാണ് കാണാനിടയായ സാഹചര്യം? കാണാനാണ് ഈ ഗോപിയോട് ഇടയ്ക്ക് വിളിക്കാൻ പറയും മരുമകനോട്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. വീട്ടുകാര്യങ്ങൾ പലതുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ കിട്ടി. അപ്പോൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ആളെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഫോണിൽ ബന്ധപ്പെടാറ്. ഈ ഫോട്ടോയിലും കാണുന്ന ആള് ഫോണിൽ ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാണെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും അമ്മാമൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. വിവരങ്ങൾ വോയിസ് മെസ്സേജ് ഒക്കെ വിടാറുണ്ട്. മറുപടി തരാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴാണ്? ഒരു മാസമായിട്ടുണ്ടാവും. 1-1.5 മാസമായിട്ടുണ്ടാവും. വയ്യാതിരിക്കും. ഇത് ബന്ധുവാണെന്നാണ് എന്റെ 90% ഉറപ്പ്. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പാസ്പോർട്ടിലെ ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നി? അത് ബന്ധുവാണ്. പാസ്പോർട്ടിലെ ഫോട്ടോ എത്ര വർഷത്തെ മുന്നേ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഇത് എനിക്ക് ആളെ അയച്ചു തന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. അന്നിങ്ങനെ സുഖമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് വിളിച്ചു ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ്. ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. വാട്സപ്പിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ആള് റിസീവ് ചെയ്യുന്നില്ല. ചിത്രം കുറുപ്പിന്റേതല്ല എന്ന് പോലീസും സ്ഥിരീകരിക്കുകയാണ്. ചിത്രം ദാമോദര മേനോന്റേതാണ് എന്നാണ് കണ്ടെത്തൽ. ദാമോദര മേനോന്റെ പേരിൽ കരുമത്രയിൽ 10 സെന്റ് ഭൂമിയുണ്ട് എന്നും പോലീസ് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാളുമായി പോലീസ് സംഘം സംസാരിക്കുകയും ചെയ്തു. ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജെയ്സൺ, അപ്പോൾ 2 ദിവസമായി വീണ്ടും സുകുമാരക്കുറുപ്പാണ് കേരളത്തിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ 42 വർഷമായി പിടികിട്ടാപ്പുള്ളിയായി വിലസുന്നു കുറുപ്പ്. ജീവനോടെ ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല. പലതവണ കുറുപ്പിനെ കുറിച്ചുള്ള പല അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന വാർത്തകൾ പക്ഷേ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായി ആളുകൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചാക്കോയുടെ മകൻ ഉൾപ്പെടെ അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വ്യക്തമാവുന്നു അതും കുറുപ്പായിരുന്നില്ല. വീണ്ടും ട്വിസ്റ്റ് സംഭവിക്കുകയാണോ? ദാമോദര മേനോനാണ് ഇന്നലെ ആ ചിത്രങ്ങളിലൂടെ പുറത്തു വന്ന വ്യക്തിയെന്ന് പോലീസും ബന്ധുക്കളും എല്ലാം സ്ഥിരീകരിക്കുകയാണോ ജെയ്സൺ? ഷിഹാസ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നടത്തിയ പ്രചരണങ്ങൾക്ക് താൽക്കാലികമായി അവസാനമായിരിക്കുമെന്ന് വേണം കരുതാൻ. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് തൃശൂർ സിറ്റി പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ACP അവരുടെ വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാത്രമല്ല പല രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രം തൃശൂർ ജില്ലയിലെ കരുമത്രയിലുള്ള ദാമോദര മേനോനാണ് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണമായിരിക്കുന്നത്. സുകുമാരക്കുറുപ്പിന്റേതല്ല ചിത്രമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് പോലീസ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അവരുടെ അടുത്ത ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സംസാരിച്ചു വരികയായിരുന്നു. അവർ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഇദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 1 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ചിത്രം അവർക്ക് അയച്ചു നൽകിയിരുന്നു. ഇതിനിടയിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളുണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ ഫോൺ എടുത്തില്ല എന്നതാണ് പ്രധാനമായും വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകരൻ തന്റെ സഹോദരൻ തന്നെ എന്റെ ചിത്രം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഇതിനുശേഷം പോലീസ് ഈ നമ്പറിൽ, അതായത് ദാമോദര മേനോന്റേതെന്ന് പറയപ്പെടുന്ന നമ്പറിലേക്ക് പോലീസ് ബന്ധപ്പെട്ടു. പോലീസ് എന്ന് വ്യക്തമാക്കിയത് ദാമോദര മേനോനുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നാട്ടിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതെല്ലാം വെച്ച് വിശദമായ പരിശോധന കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസ് നടത്തുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു അവസാന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചരിക്കുന്ന സുകുമാരക്കുറുപ്പിന്റേതെന്ന ചിത്രം, ആ ചിത്രം സുകുമാരക്കുറുപ്പിന്റേതല്ല, ദാമോദര മേനോന്റേതാണ്. എങ്കിൽ പോലും അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറല്ല. ഇനിയും പരിശോധനകൾ നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നേരിട്ട് ഇദ്ദേഹത്തെ ദാമോദര മേനോനെ കാണാനുള്ള ശ്രമങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്നാലും താൽക്കാലികമായി ആ വിവാദങ്ങൾക്കും ആ വാർത്തകൾക്കും വിരാമമായിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതുപോലെ തന്നെ
പല സ്ഥലങ്ങളിൽ നിന്നും സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന രീതിയിലുള്ള പല ഫോൺ കോളുകളും പോലീസ് ലഭിക്കുമായിരുന്നു. പക്ഷേ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമ്പോൾ അത് സുകുമാരക്കുറുപ്പല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു വാർത്തയെ താൽക്കാലികമായി ഇത് അവസാനിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിന് പൂർണ്ണമായ സ്ഥിരീകരണത്തിലേക്കും ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നതിന് വേണ്ടിയുള്ള തുടർ അന്വേഷണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷിയാസ്. ശരി, ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വീണ്ടും സുകുമാരക്കുറുപ്പ് പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രമായി മാറിയ ചില മണിക്കൂറുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ബ്രൂണയിൽ സുകുമാരക്കുറുപ്പ് ഉണ്ടായിരുന്നു. അവിടെ ജോൺ മേനോൻ എന്നുള്ള പേരിൽ അദ്ദേഹം ജീവിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പ്രചരിച്ചത്. പക്ഷേ ഇപ്പോൾ ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നു, പോലീസ് സ്ഥിരീകരിക്കുന്നു, അത് സുകുമാരക്കുറുപ്പല്ല, അത് ജോൺ മേനോനല്ല, അത് ദാമോദര മേനോൻ എന്ന തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുക്കളോട് സംസാരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അതിലേക്ക് ഹോസ്പിറ്റൽ പോയി അന്നാള് you must do today one நீங்கள் எதுக்கு த்ரோட் பெயின் இருக்குன்னு சொல்லிட்டீங்க, பெயின் எதுக்கு இருக்கு? இப்போ இருக்கா? பட் இப்போ இருக்கா பெயின்? அந்த பெயின் இல்லை, இந்த பெயின். சாப்பாடு முடியுமா? இங்கே இல்லை, இப்போ இல்லை. வாட் ஈட் நவ்? நீங்கள் என்ன சாப்பிட்றீங்க இன்றைக்கி? என்ன வேணும் சொல்லுங்கள். பிரெட் ஓகே. பிரெட் ஓகே. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായ മനുഷ്യനാണ്. ദാമോദര മേനോൻ തൃശ്ശൂർ കരുമാത്ര സ്വദേശിയാണ്. സുകുമാരക്കുറുപ്പല്ല, അത് പോലീസ് സ്ഥിരീകരിച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷേ സുകുമാരക്കുറുപ്പിന് വേണ്ടിയുള്ള അന്വേഷണം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറല്ല. അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു. ബ്രൂണയിൽ കണ്ട ഒരു വ്യക്തി, മലയാളിയായിട്ടുള്ള വ്യക്തി, ഇന്നലെ ചിത്രങ്ങൾ പ്രചരിച്ച വ്യക്തി, അത് സുകുമാരക്കുറുപ്പല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ സ്ഥിരീകരണം. ബന്ധുക്കളും അത് ഏറ്റുപറയുന്നുണ്ട്.